നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കുമ്പോഴത്തേനും ചെറിയൊരു സ്മെല്ലൊക്കെ വരത്തില്ലേ. അപ്പോൾ നമുക്ക് ലീക്ക് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷോ അതല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് പതപ്പിക്കുക. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ പഞ്ചറാകുമ്പം ഇതേപോലെയല്ലേ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ആ ഗ്യാസിൻ്റെ ട്യൂബില്ലേ, അപ്പോൾ ആ ഗ്യാസ് കുറ്റിയുടെ ട്യൂബിനകത്ത് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേനും അവിടെ നിന്ന് ബബിളൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന്. ഇതിപ്പം എനിക്ക് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ഇതേപോലെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലീക്ക് ഉണ്ടെങ്കിൽ. അപ്പം തന്നെ നമുക്കത് ഓഫാക്കുക. ഗ്യാസ് ഊറ്റി എപ്പോഴത്തേന് ഓഫാക്കുക. അതേപോലെ നമ്മുടെ ലൈറ്റർ, അതും ഇതേപോലെ കംപ്ലൈൻ്റൊക്കെ വരാം. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ആഹാര സാധനമൊക്കെ കീറിയിരുന്ന് അഴുക്കായിട്ട് ആ മോനമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം ഇടയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോഴത്തേന് ഇതേപോലെ പെട്ടെന്ന് കത്തിയില്ലെങ്കിലും ഗ്യാസൊക്കെ വെറുതെ നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ലൈറ്റർ അതിനകത്തുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചോ ഇതേപോലെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ആ മോനമ്പൊക്കെ ഒന്ന് എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാരണം എപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നതല്ലേ. അതിപ്പം ഊരി ക്ലീൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് അതേപോലെ തന്നെ ഊരി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഊറ്റി എപ്പോഴും സ്ഥിരമായിട്ട് ഇതേപോലെ വെക്കുമ്പോഴത്തേനും അവിടെ പാട് വരും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള പേപ്പറോ അതല്ല എങ്കിൽ നല്ല കട്ടിയുള്ള ചവിട്ടിയോ ഇട്ടിട്ട് നമുക്ക് അതേപോലെ വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഗ്യാസ് ഊറ്റി കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ട്രോളർ ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു കട്ടിയുള്ള ചവിട്ടിക്കകത്ത് വെച്ചിട്ട് വലിച്ചെടുത്തുകൊണ്ട് വരാം. പോറലൊന്നും വരത്തില്ല.